അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമിക് സാഹിത്യ അക്കാദമി ഇസ പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമ എന്നൊരു സ്മരണികയാണ്. ഏകദേശം 306 പേജുള്ള കൊടുവള്ളി അബ്ദുൽ ഖാദർ മൗലവി ഗ്രന്ഥകാരനായ ഇസ പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമയുടെ സ്മരണികയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്മരണിക ഗ്രന്ഥകാരൻ അന്ന് ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച, ബന്ധം പുലർത്തിയ സമസ്തയുടെ അക്കാലത്തെ പ്രവർത്തകരും നേതാക്കളുമായൊക്കെ ഉള്ള മഹാന്മാരോട് നേരിട്ട് അവരുടെ വീടുകളിലും മറ്റും പോയി തയ്യാറാക്കിയ അഭിമുഖത്തിൻ്റെ ഒരു വിശദാംശങ്ങളാണ് ഈ കനപ്പെട്ട ഈ സ്മരണികയിൽ, ശംസുൽ ഉലമ എന്ന സ്മരണികയിൽ ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ പ്രതിപാദിക്കാനുണ്ടായ കാരണം, ഇന്ന് രാവിലെ ഒരു ഹുദവിയുടെ മഹാനായ സമസ്തയുടെ ആദരണീയ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അങ്ങേയറ്റം അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്തു പോരുന്ന, തൻ്റെ വാക്കുകളിലും തൻ്റെ പോസ്റ്റുകളിലൂടെയൊക്കെയും തൻ്റെ കമൻറ്റുകളിലൊക്കെയും അങ്ങേയറ്റം പരിഹസിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്തു പോരുന്ന ഒരു ഉദവി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഇന്നലെ ഒരു ലൈവ് കണ്ടു. ആദരണീയനായ മർഹൂം ഷെയ്ഖുന കെ.ടി. ഉസ്താദിൻ്റെ സ്മരണിക വെച്ചുള്ള ഒരു ലൈവ്. എന്തെന്ന് വെച്ചാൽ, ആ സ്മരണിക വെച്ച് അദ്ദേഹം അതിൽ പ്രതിപാദിക്കുകയാണ്, 2009 ഒരു മഹാസമ്മേളനത്തിൽ വെച്ചാണല്ലോ മഹാനായ മർഹൂം കെ.ടി. ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 2010 11 ഇറക്കിയ ഒരു സ്മരണിക ആയിരിക്കും അത്. അതിൽ അക്കാലത്ത് ഉള്ള ആളുകളുടെ ഓർമ്മക്കുറിപ്പുകളും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ സാധ്യമായ കിട്ടാവുന്ന എല്ലാവരുടെയും ഓർമ്മക്കുറിപ്പുകൾ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെടുത്തു വെച്ച് മഹാനായ സയ്യിദുൽ ഉലമയുടെ ലേഖനം അതിലില്ല എന്നും, സയ്യിദുൽ ഉലമക്ക് ആ കാലത്ത് അതുകൊണ്ട് തന്നെ റോളില്ലെന്നും മോശമാക്കി സയ്യിദുൽ ഉലമയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഷെയ്ഖുന കെ.ടി. ഉസ്താദിൻ്റെ സ്മരണികയുമായി പോസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. വളരെ വേദനാജനകമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ അദ്ദേഹം അതിന് മഹത്വവൽക്കരിക്കുന്നുണ്ട്. നമ്മളൊക്കെ അറിയാവുന്നൊരു കാര്യം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ട്രഷററായ, സമസ്തയുടെ പണ്ഡിത സഭയുടെ ട്രഷററായ മുഷാവറയാണ് അദ്ദേഹം ഇപ്പോൾ മഹത്വവൽക്കരിച്ച ഉസ്താദിനെയൊക്കെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം അദ്ദേഹം സയ്യിദുൽ ഉലമയെ കൊച്ചാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ മഹത്വവൽക്കരിക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആ സന്ദർഭം നമ്മൾ വായിക്കുമ്പോൾ, ആ ഉസ്താദ് മഹാനായ സയ്യിദുൽ ഉലമ ട്രഷററായ സമസ്ത അദ്ദേഹത്തിൻ്റെ കൂടി ഒരു തീരുമാനപ്രകാരമാണ് മുഷാവറയിൽ എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയുകയല്ല, ഉദവിയെ പോലെ ഞാൻ ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയുകയല്ല. പക്ഷേ തീർത്തും വളരെ മോശമായ രീതിയിൽ മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്യപ്പെട്ട ഷെയ്ഖുന കെ.ടി. ഉസ്താദിൻ്റെ ആ സ്മരണിക വെച്ച്, ആ സ്മരണികയിൽ തങ്ങൾ ഉസ്താദിന് ലേഖനം എഴുതിയിട്ടില്ല എന്ന് സമർത്ഥിക്കുകയും, അതിൻ്റെ പേരിൽ തങ്ങൾ ഉസ്താദ് അപ്പോൾ സംഘടന മഹാന്മാരുമായോ ഒന്നും റോൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ സമർത്ഥിക്കാൻ വേണ്ടി 2010 ശേഷം ഇറങ്ങിയ ആ സ്മരണിക പോസ്റ്റ് ചെയ്ത ഹുദവിയോട്
ഒന്ന് പറയാനുള്ളത്, ഇത് 1998 ഇസ്ലാമിക സാഹിത്യ അക്കാദമി ഇസ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. 98 99 ആയിരിക്കും, പക്ഷേ ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്നത് 2000 ഏകദേശം 25 വർഷമായി ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇതിൽ ഒരുപാട് മഹാന്മാരുടെ, പാണക്കാട് സാദാത്യങ്ങളടക്കമുള്ള എല്ലാവരുടെയും വീട്ടിലേക്ക് കയറി ചെന്ന് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ അവർക്ക് ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരു സ്മരണീയമാണ്. അവരുടെയൊക്കെ വീടുകളിലേക്ക് കയറി ഇറങ്ങി ബഹുമാനപ്പെട്ട ഗ്രന്ഥകാരൻ തയ്യാറാക്കിയ അഭിമുഖവും അതിനെ തുടർന്ന് പ്രസിദ്ധീകരിച്ചൊരു സ്മരണികയുമാണിത്. ഇതിൽ 248, 249, 250, 251 പേജുകളിൽ വളരെ വിശദമായിട്ടൊരു അഭിമുഖത്തിൻ്റെ ഒരു ലേഖനം കൊടുത്തിട്ടുണ്ട്. കിബില നോക്കാൻ ശംസുലുലമയുടെ കൂടെ. ഇതിൽ പ്രതിപാദിക്കുന്നത്, ഇത് ഞാൻ അക്കാലത്ത് വായിച്ചതാണ്, പക്ഷേ അതിൽ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ആണ് ഇത് പ്രതിപാദിക്കുന്നത്. KP ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തങ്ങൾ ഉസ്താദിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ പിതാവ് പരമ്പരവും അതുപോലെ തന്നെ അദ്ദേഹം പഠിച്ചതും ഒക്കെ അതിൽ പ്രതിപാദിച്ച്, ആദ്യം തങ്ങൾ ഉസ്താദിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായിട്ട് കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ ദീനി പാരമ്പര്യമൊക്കെ പ്രതിപാദിച്ച്, അവസാനം അതിൽ ശംസുലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകമാണല്ലോ അത്. അപ്പോൾ എന്തായാലും തങ്ങൾ ഉസ്താദിനെ പ്രതിപാദിക്കുമ്പോൾ അത് ശംസുലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക. അതിൽ ശംസുലുലമയോടൊപ്പം കിബില നോക്കാൻ വേണ്ടി ലക്ഷദ്വീപിലേക്ക്, മാഹിയിലെ പള്ളിയുടെ കിബില നോക്കാൻ വേണ്ടി ശംസുലുലമ തങ്ങൾ ഉസ്താദിനെ ഒപ്പം കൂട്ടി പോയ ഒരു സംഭവമാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, ഒരുപാട് കാര്യങ്ങളിൽ ശംസുലുലമ തങ്ങൾ ഉസ്താദിന് ഇജാസിയത്ത് കൊടുത്തതും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ അഭിമുഖം നടക്കുന്നത് 98, 99 കാലയളവിലാക്കും. കാരണം 98-ൻ്റെ അവസാനത്തിലോ 99-ൻ്റെ തുടക്കത്തിലോ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് ഓർമ്മ. ഏതായാലും എൻ്റെ കയ്യിൽ കിട്ടിയത് 2000 വർഷത്തിലാണ്. 25 വർഷമായി. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം. അപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സ്മരണികയിൽ സയ്യിദുലുലമയെ പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ സയ്യിദുലുലമ ലേഖനം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് സയ്യിദുലുലമയ്ക്ക് സംഘടനാ നേതൃത്വത്തിൻ്റെ ഇടയിലോ ഒരു സ്വാധീനവും ഉണ്ടായില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരു സ്മരണിക ഉയർത്തിക്കാട്ടി പറഞ്ഞതിൻ്റെ ആ അടിസ്ഥാനത്തിൽ 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്മരണിക ഉയർത്തിക്കാട്ടി പറയണമല്ലോ. അപ്പോൾ അതിൽ മാഹിയിലെ പള്ളിയിലേക്ക് ശംസുലുലമ കിബില നോക്കാൻ വേണ്ടി തങ്ങൾ ഉസ്താദിനെ ഒപ്പം കൂട്ടുകയായിരുന്നു. ഒപ്പം കൂട്ടിയ ആ ഒരു ചരിത്രം, ഒരു പിൻഗാമിയായിട്ട് തങ്ങൾ ഉസ്താദിനെ അന്നു മുതലേ ശംസുലുലമ വളർത്തിയെടുത്തു എന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാവും. അതിന് തൊട്ട് താഴെയുണ്ട്, ഈ ലേഖനം അവസാനിക്കുന്നത് ഈ ലേഖകൻ്റെ അതുപോലെ തന്നെ ഗ്രന്ഥകാരൻ്റെ ഒരു അനുഭവക്കുറിപ്പ് കൂടി വെച്ചാണ് ഈ സ്മരണികയുടെ ഈ അധ്യായം അവസാനിക്കുന്നത്. അതിങ്ങനെയാണ്: ഷെയ്ഖുന അവസാന കാലത്ത് കോളേജിൻ്റെ കാര്യങ്ങൾ നല്ല നിലയിൽ നോക്കി നടത്താൻ MTയോടൊപ്പം ജിഫ്രി തങ്ങളോടും പ്രത്യേകം വസിയത്ത് ചെയ്തിരുന്നു. അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. ശംസുലുലമയുടെ സാന്നിധ്യം അവിടെ ഉള്ളതുപോലെയാണ് ഉസ്താദുമാരുടെയും കുട്ടികളുടെയും പെരുമാറ്റം. ഷെയ്ഖുനയുടെ വാക്കുകൾ അവർ ഓർക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. സ്വപ്നങ്ങളിലൂടെയും മറ്റും ചില നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ നടക്കുന്നു, ഷെയ്ഖുന ആശിച്ചതുപോലെ തന്നെ. കേവലം സയ്യിദുലുലമ തങ്ങൾ ഉസ്താദ് സമസ്തയുടെ മുഷാവറയിലേക്കോ സമസ്തയുടെ തലപ്പത്തേക്കോ കടന്നു വന്നതിന് ശേഷം ഒരു PR വർക്ക്, ഇപ്പോൾ അതാണല്ലോ പറയുന്നത്, PR വർക്കാണെന്ന്, ആ രൂപത്തിൽ ഇതിന് ശേഷം ഉണ്ടായ ഒരു ഗ്രന്ഥമല്ല ഇത്. 25 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ അസ്ഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡൻ്റായി ഇരുന്ന ആ കാലഘട്ടത്തിൽ ശംസുലുലമയുടെ വഫാത്തിൻ്റെ 2 വർഷങ്ങൾക്ക് ശേഷം ഇറക്കിയ ഒരു ഗ്രന്ഥമാണത്. വളരെ വ്യക്തമായിട്ട് തന്നെ സയ്യിദുലുലമയുടെ ആ സ്വഭാവ രീതിയും ശംസുലുലമയുമായി ബന്ധപ്പെട്ട് സയ്യിദുലുലമ പ്രവർത്തിച്ചതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സയ്യിദുലുലമയെ കൂട്ടിയതുമൊക്കെ
ഗ്രന്ഥകാരൻ തന്നെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വിശദീകരിക്കാത്ത ആളുകളെ, അല്ലെങ്കിൽ ഇതിൽ അഭിമുഖം നടത്താത്ത ആളുകളെ, അല്ലെങ്കിൽ ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്മരണികയിൽ പ്രതിപാദിക്കാത്ത ആളുകളെ നമ്മൾ കൊച്ചാക്കുന്നൊന്നുമില്ല. അങ്ങനെ കൊച്ചാക്കാനും പാടില്ല. ഇതിൽ അവൻ എന്തിനാണോ കൊച്ചാക്കിയത്, ആരാണോ ഈ ശൈഖുന KT ഉസ്താദിൻ്റെ സ്മരണിക വെച്ച് ആ ഉദവി ആരെയാണോ കൊച്ചാക്കാൻ ശ്രമിച്ചത്, അതല്ലെങ്കിൽ ആരെയാണോ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചത്, ആ മഹത്വവൽക്കരിച്ച ആളുടെ പേരോ അഭിമുഖമോ ഈ ഗ്രന്ഥത്തിലില്ല എന്ന് വെച്ച് അദ്ദേഹം കൊള്ളരുതാത്തവനാകുന്നില്ല. അതോടൊപ്പം അദ്ദേഹം കൊച്ചാക്കാൻ ശ്രമിച്ച സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് 4 പേജിൽ ഒരു അധ്യായം തന്നെ ഈ 25 വർഷം മുമ്പുള്ള ശൈഖുന ശംസുൽ ഉലമ സ്മരണികയിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. അപ്പോൾ ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച, അക്കാലത്ത് തന്നെ ശംസുൽ ഉലമ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും കൂടെ കൂട്ടിയ സയ്യിദ്, ഇപ്പോഴത്തെ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരെ മഹത്വവൽക്കരിച്ച് എന്ന വ്യാജേന ഓരോരോ പോസ്റ്റുകൾ. എന്താണ് ഇവർക്ക് ഈ സംസ്ഥയുടെ പ്രസിഡന്റിനെ ആക്ഷേപിച്ചിട്ട് ഇവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതും ഒരു ഹുദവി, അങ്ങനെ തന്നെ പറയാമല്ലോ, അദ്ദേഹം ഒരു ഉദവിയാണ്. അങ്ങനെ പല ബിരുദധാരികളുമുണ്ട്. ഇയാൾ നിരന്തരമായിട്ട് സയ്യിദുൽ ഉലമ ആക്ഷേപിക്കാൻ വേണ്ടി ഓരോരോ പോസ്റ്റുകൾ, ആ ആക്ഷേപിക്കാൻ വേണ്ടി ശൈഖുന KT ഉസ്താദിൻ്റെ സ്മരണിക കൂട്ടുപിടിച്ചു എന്നത് വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് തന്നെയാണ് 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ശംസുൽ ഉലമ സ്മരണിക നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും. കാരണം ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ പഴയകാലത്ത് ചെറുപ്പത്തിൽ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുകയും അത് വായിക്കുകയും അതൊരു ശീലമാക്കിയതുകൊണ്ട്, അതൊരു ഹോബിയാക്കിയുമുണ്ട്. ഇപ്പോൾ അത് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്മരണിക ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാനുണ്ടായ കാരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.